പ്രതിപക്ഷം പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന നഗരസഭാ ചെയർപേഴ്സൺ. വയോജന ക്ലബ്ബ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരണ അജണ്ടയ്ക്കെതിരെ UDF കൗൺസിലർമാർ രംഗത്ത് വന്നത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ആണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ CV സുധ പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഉണ്ടാക്കിയ കമ്മിറ്റി ഭേദഗതി വരുത്തി അംഗീകരിക്കുക മാത്രമാണ് ചെയ്തത്. കമ്മിറ്റിയിൽ CPMകാർ മാത്രമല്ലെന്നും മറ്റുള്ളവരും ഉണ്ടെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഭരണസമിതി കാലത്ത് ഉണ്ടായിട്ടുള്ള ബയോ ക്ലബ്ബുമായി ബന്ധപ്പെട്ട് പുതിയ ഭരണസമിതി വന്നപ്പോൾ അത് മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ഭേദഗതി വരുത്തുകയും ആ അജണ്ട നമ്മുടെ കൗൺസിൽ വരികയും അതനുസരിച്ച് ഇന്ന് അജണ്ട കൗൺസിലിൽ വന്നപ്പോഴുണ്ടായ വയോജനങ്ങൾക്ക് എതിരായി നമ്മുടെ പ്രതിപക്ഷ കൗൺസിലേഴ്സ് വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടാക്കി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. തികച്ചും വയോജനങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ ലിസ്റ്റ് പരിശോധിച്ചാൽ അറിയാം. അതിൽ വെറും CPMകാരാണെന്ന് പറയാൻ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല. ലിസ്റ്റ് പരിശോധിക്കണം. എല്ലാവരും ഉൾപ്പെട്ട ആ വയോജന ക്ലബ്ബ് അവിടെ വരുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തനം നടത്തിയ ആളുകളെ ഉൾപ്പെടുത്തി ഒരു ഭേദഗതി വരുത്തിയിട്ടാണ് ഇന്ന് ആ അജണ്ട ഇതിനകത്ത് കൗൺസിലിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ അഴിമതി നടക്കുമെന്ന് പറഞ്ഞു. മുനിസിപ്പൽ സെക്രട്ടറിയും ചെയർപേഴ്സണും വൈസ് ചെയർമാനും അടക്കമുള്ള അംഗങ്ങളടക്കമുള്ള അവിടുത്തെ വാർഡ് കൗൺസിലർ അടക്കമുള്ള അംഗങ്ങൾ വരുമ്പോൾ ഇങ്ങനെ അതിനകത്ത് അഴിമതി നടക്കുക. എല്ലാ ആളുകളുള്ളൊരു കമ്മിറ്റിയല്ലേ. അഴിമതി നടക്കും, വ്യാപകമായ കള്ളത്തരമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ലൊരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിനെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ ഒരു ഒരു വല്ലാത്തൊരു മുൾമുനയിൽ നിർത്തി തെറ്റിദ്ധരിപ്പിക്കുക, പച്ചയായ രീതിയിലാണ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്.